കഴിഞ്ഞ ദിവസം ജേഡുക്കൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ജസ്റ്റിയുടെ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യണം, ഡ്രസ്സൊക്കെ ഒന്ന് പുൾ ഔട്ട് ചെയ്ത് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണമെന്ന്. അങ്ങനെ ജസ്റ്റിയുടെ കബോർഡിൽ നിന്ന് ഡ്രസ്സ് എല്ലാം എടുത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഡ്രസ്സ് എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി, മൂലയ്ക്ക് കിടക്കുന്നത് ഞാൻ മടക്കി വെച്ചതല്ല കേട്ടോ, അത് അവിടെ ഇരുന്ന് ഫോൺ കാണുന്നതാ. ജസ്റ്റിയുടെ കബോർഡ് ഒന്ന് കാണണമായിരുന്നു. പെരുമ്പാമ്പ് പറ്റിയിടന്ന് അറിയാലെന്നേ. മൊത്തം നേറ്റിയിടുന്ന ടീഷർട്ടുകളല്ലേ ഇത്രയും അല്ലേ? ഇത്രയും ടീഷർട്ട് ജസ്റ്റ് കൊണ്ടാട്ടാ ജസ്റ്റ് എന്നൊരു ഗ്യാപ്പിന്റെ ഓഞ്ഞ ടീഷർട്ട് ഇട്ട് കിടക്കുന്നത്. അയൺ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കുന്ന, അയൺ ചെയ്തിട്ട് എടുത്ത് വെക്കാനായിട്ടോ. പക്ഷെ ഇതല്ലല്ലോ ജസ്റ്റ്, ഇനി തുണികാലും ബസ് ആക്കിയിട്ടുണ്ടോ ഞാൻ പറയാം കേട്ടോ. ഞാൻ കാശ് വാങ്ങിക്കും, ബസ് ആക്കുന്നതിന് കാശ്. ഇതൊക്കെ എന്നാ ഇട്ടേക്കുന്നേ? എന്നും ഇപ്പൊ ഒരു ഓഫീസിൽ ഒരേ ഷർട്ടുകള് മടക്കി വെച്ച ജീൻസുകൾ കുത്തിക്കയറ്റി ഒരു ഞാൻ ഉള്ളി അങ്ങോട്ട് പറഞ്ഞു മര്യാദക്ക് മടക്കി വെച്ച സാധനമാണേ. അയ്യോ എന്റെ പൊന്നേ, ആ കയ്യിരിക്കുന്ന ടീഷർട്ട് മൊത്തം ബ്ലാക്ക് കളറാ. ഇനി ഈ വീട്ടിൽ ബ്ലാക്ക് വായിച്ചോണ്ടല്ലോ. ഒത്തിരി ഉണ്ടല്ലത്തെ കുഴപ്പം, ഇടയില്ല വെക്കാൻ. അത് കോളർ ഇല്ലാത്ത ടീഷർട്ടുകള്, കോളർ ഉള്ള ടീഷർട്ടുകള്. ഇപ്പൊ ജസ്റ്റ് ഷർട്ടുകളൊക്കെ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോന്നേ എനിക്കറിയാൻ മേല. എന്റെ വീട്ടിൽ 2 ചെറുക്കന്മാരുണ്ട്. ഒന്ന് പിന്നെ ചെറുതാന്ന് വിചാരിക്കാം. വേറൊരെണ്ണത്തിന്റെ കബോർഡ് കണ്ടില്ലേ, എന്നും എന്നിട്ട് ഒരേ ടീഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് നടക്കുക. ഓഫീസിലാണെങ്കിൽ ഒരേ ഷർട്ടുകൾ തന്നെ മാറി മാറി ഇടുക. ഇല്ലാഞ്ഞിട്ടാണേ വേണ്ടില്ല. ഇത് ഇഷ്ടം പോലെ ഉണ്ടെന്നേ. സാധാരണ ആണുങ്ങൾ അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാറില്ല, പക്ഷെ ജസ്റ്റ് അങ്ങനെയല്ല കേട്ടോ. ഇഷ്ടം പോലെ ടീഷർട്ട് ഭ്രാന്ത വാങ്ങിച്ചങ്ങ് കൂട്ടും. ഇങ്ങോട്ട് നോക്കി, ടാഗ് പോലും പറയാത്ത പാന്റും ടീഷർട്ടും എല്ലാ 3 മാസവും കൂടുമ്പോൾ എന്റെ വലിയൊരു ടാസ്കാ ഇതിങ്ങടെ കബോർഡ് അടുക്കി പെറുക്കുക എന്നുള്ളത്. എനിക്കറിയാൻ മേലെ എല്ലാ പ്രാവശ്യവും വരികയും അടുത്ത പ്രാവശ്യം തൊട്ട് അടുക്കി കൊടുക്കരുത്. ഇനിയാട്ടെ.